വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഇൻവെന്ററി സൈക്കിൾ പറഞ്ഞു, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. Working capital cycle refers to the time taken by an organization to convert its net current assets and current liabilities into cash. കറണ്ട് ലൈബിലിറ്റീസിനെ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്, ആ ഒരു അർത്ഥത്തിലാണ് ക്യാഷ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവും, ക്യാഷ് കറണ്ട് അസറ്റ്സിൽ പെടുന്നതാണ്, ക്യാഷിനെ പിന്നെയും കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കണ്ട. ക്യാഷ് അല്ലാത്ത കറണ്ട് അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ടൈമിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. It reflects ability and efficiency of the organization to manage short-term liquidity position. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലിക്വിഡിറ്റി പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യൻസി, ഇതൊക്കെ എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കാൽക്കുലേറ്റഡ് മോസ്റ്റ് ഓഫ് ദ കേസ് ഡേയ്സിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. In other words, the working capital cycle, calculated in days, is the time duration between buying goods to manufacture products and the generation of cash revenue on selling the products. ഞാൻ നേരത്തെ ഇൻവെന്ററി സൈക്കിൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കുന്നു. അത് ഡെറ്റേഴ്സ് ആവും, ഡെറ്റേഴ്സ് അഗെയിൻ ക്യാഷ് ആവുന്നു, ക്യാഷ് സപ്ലയേഴ്സിന് കൊടുക്കും, സപ്ലയേഴ്സ് പിന്നെയും നമുക്ക് സാധനം തരും. നോക്കണ്ടോ, ഈ ഒരു സൈക്കിൾ, ഇതിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ ആണ് ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ പറയുന്നത്. ഓക്കെ, and furthermore, അതിന്റെ പറയുന്നത് ഷോർട്ടർ ദ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, faster the company can free up its cash stuck in working capital. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എത്രത്തോളം ഷോർട്ടർ ആവും, മനസ്സിലായോ? എത്രത്തോളം ഷോർട്ട് ആവും, എത്രത്തോളം നമുക്ക് ക്യാഷ് തിരികെ കിട്ടും എന്നാണ് അതിന്റെ മീനിങ്. Too long working capital cycle blocks the capital in the operational cycle. ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വളരെ കൂടുതലാണെന്ന് വിചാരിച്ചാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എവിടെ സ്ട്രക്കായി നിൽക്കുകയാണ്, വർക്കിംഗ് ക്യാപിറ്റലിൽ സ്ട്രക്കായി നിൽക്കുകയാണ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. This capital does not even fetch any return. Therefore, a business try to shorten the working capital cycles to improve short-term liquidity condition and increase its business efficiency. ശ്രദ്ധിച്ചേ, ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ, ഇത് ഷോർട്ട് ടേം ലോങ് ടേം അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആനുവലി ചിലപ്പോൾ ഒരു ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന ലോൺ ഒരു ആനുവൽ 20% ആയിരിക്കും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതൊരു മന്ത്ലി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 20/12 എന്ന് പറയുമ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ ഒരു 1.7% ഒക്കെയാണ് ഒരു മാസം. അത് ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു നെഗ്ലിജിബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ബട്ട് ഇഫ് ദ ക്യാപിറ്റൽ ഈസ് ഹ്യൂജ്, അത് ക്യാപിറ്റൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പെർ മന്തിന്റെ ഒക്കെ ഇപ്പൊ 1 കോടി രൂപയൊക്കെയാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെന്ററി കിട്ടുന്നത്, അതിന്റെ 1%, 1.5% ഒക്കെയാണ് അതിന്റെ ഇൻട്രസ്റ്റ് ആകുമ്പോൾ ലക്ഷങ്ങൾ വരില്ലേ. അപ്പൊ ഇത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഒരു ക്യാഷിൽ നിന്ന് അടുത്ത ക്യാഷ് ആക്കുന്നത് വരെയുള്ള ടൈം, ആ ഡ്യൂറേഷൻ വളരെ കൂടുതൽ എന്നാണ് അതിന്റെ അർത്ഥം. അത് ഒരുപക്ഷെ നമ്മൾ സാധനം വാങ്ങിച്ചു, നമ്മൾ റോ മെറ്റീരിയൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ടൈം കൂടുതൽ എടുക്കുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് വിൽക്കാൻ ടൈം കൂടുതൽ എടുക്കുന്നു. ഇനി വിറ്റിട്ട് നമ്മൾ ഡെറ്റേഴ്സ് ആണ്, അവരുടെ നിന്ന് ക്യാഷ് തിരിച്ച് കളക്ട് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കുന്നു. ഇവിടെയൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ, ടൈം സ്ട്രെച്ച് ആകും തോറും നമ്മൾ എടുത്തേക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് കൂടി വരും, അതുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എത്രത്തോളം ഷോർട്ടർ ആക്കാൻ പറ്റുമോ എത്രത്തോളം എന്ത് ചെയ്യാം, ഷോർട്ടർ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുമല്ലോ. കേട്ടോ, ഇതാണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇൻവെന്ററി ഡേയ്സ് അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെന്ററിയെ നമ്മൾ എന്താക്കുന്നു, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കും. ഇനി അതിനെ നമ്മൾ ഇൻവെന്ററി ഡേയ്സ് എന്ന് പറയും. ഇനി അതിനെ അക്കൗണ്ട്സ് റിസീവബിൾ ഡേയ്സ്, നമ്മൾ അതിനെ വിറ്റിട്ട് അത് ക്യാഷ് ആക്കുന്ന ഡേയ്സിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ ഡേയ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് പേയബിൾ ഡേറ്റ്സ് ഉണ്ട് അനദർ ഹാൻഡ്, നമ്മൾ കടം വാങ്ങിച്ചവർക്ക്
തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടുന്ന ദിവസമാണ് അക്കൗണ്ട്സ് പേയബിൾ. ഇപ്പൊ വാങ്ങിച്ചിട്ട് 60 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 90 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും അവരത് തിരിച്ചു കൊടുക്കാൻ പറയാം. അപ്പൊ അത്രയും ടൈമാണ് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോ this is showing the working capital cycle: inventory days, receivable days, account payable days. നോക്കിക്കോളൂ. ഇനി എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന്റെ സ്റ്റെപ്സ് പറയാം. The company purchase on credit materials to manufacture a product. ഓക്കെ, ഞാൻ പറഞ്ഞ സെയിം ദിവസം തന്നെയാണ് വന്നിരുന്നത്, 90 ഡേയ്സ് ഒക്കെ ആണെന്ന് ഇരിക്കട്ടെ. അതായത് ക്രെഡിറ്റിന് വാങ്ങിക്കുന്നു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനാണ്. സോ പേയബിൾ ഡേയ്സ് ആർ 90. ദെൻ പേയബിൾ ഡേയ്സ് 90 ആണ്. ദ കമ്പനി സെൽസ് ഇറ്റ്സ് ഇൻവെന്ററി ഇൻ 85 ഡേയ്സ് ഓൺ ഇൻവെന്ററി ഡേയ്സ്. അപ്പൊ ഞാൻ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇൻവെന്ററി ആക്കി, ശ്രദ്ധിച്ചോളൂ, അതിനെ ആ റോ മെറ്റീരിയലിനെ ഇൻവെന്ററിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇത് വിൽക്കാൻ എടുക്കുന്ന ദിവസമാണ് 85 ഡേയ്സ്. ദാറ്റ് ഈസ് ഇൻവെന്ററി ഡേയ്സ്. ഇനി കമ്പനി റിസീവ്സ് ദ പേയ്മെന്റ് ഫ്രം കസ്റ്റമേഴ്സ് ഫോർ ദ പ്രൊഡക്റ്റ് സോൾഡ് ഇൻ 20 ഡേയ്സ് ഓൺ റിസീവബിൾ ഡേയ്സ്. ഇനി അത് അവർക്ക് വിറ്റുല്ലോ, വിറ്റിട്ട് അവര് നമുക്ക് തിരിച്ച് ക്യാഷ് തരുന്നത് അത് സെയിം 30 ദിവസം, 40 ദിവസം, 50 ദിവസം, 60 ദിവസം ഡിപ്പെൻസ്. ഇവിടെ എക്സാമ്പിൾ പറയാനായിട്ട് 20 ഡേയ്സ് ആണ്. അപ്പൊ ഇത് അടുത്ത് ഇതൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ വരും. സോ നിങ്ങൾ ഓർത്തോളാം, പേയബിൾ ഡേയ്സ് ഇസ് 90, 85 ഡേയ്സ് ആണ് ഇൻവെന്ററി ഡേയ്സ്, 20 ഡേയ്സ് ആണ് റിസീവബിൾ ഡേയ്സ്. എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഫോർമുല ഇങ്ങനെയാണ്: വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളൂ, ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ്. മനസ്സിലായോ? ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ്. അപ്പോ കൺസിഡർ ദ മേലുള്ള ഫിഗേഴ്സ് ഒക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ ഇൻവെന്ററി ഡേയ്സ് 85, റിസീവബിൾ ഡേയ്സ് 20, പേയബിൾ ഡേയ്സ് 90 ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. 15 ഡേയ്സിന്റെ മീനിങ് എന്താണ്? മീൻസ് ദ കമ്പനി ഈസ് ഓൺലി ഔട്ട് ഓഫ് പോക്കറ്റ് ക്യാഷ് ഫോർ 15 ഡേയ്സ് ബിഫോർ റിസീവിംഗ് ഫുൾ പേയ്മെന്റ്. അതായത് വിറ്റിട്ട് ഒരു 15 ഡേയ്സ് മാത്രമാണ് അവിടെ ക്യാഷ് ഇല്ലാതെ കമ്പനിക്ക് ഓടേണ്ടി വരും. മനസ്സിലായോ? 15 ഡേയ്സേ ഉള്ളൂ. അപ്പൊ ഇത് 15 ഡേയ്സിൽ അവർക്ക് ക്യാഷ്, ബിക്കോസ് ആലോചിച്ച് നോക്കിയേ, 85 ഡേയ്സ് ഇൻവെന്ററി ആക്കാനും 20 ദിവസം ഇത് കിട്ടാനും കൂടി ഏതാണ്ട് 105 ദിവസമാണ് നമ്മുടെ ഇന്ന് ഫണ്ട് ഇല്ലാതിരിക്കുന്നത്. പേയബിൾ ഡേയ്സ് 90 ദിവസം കിട്ടുകയാണ്. അപ്പോ 90 ദിവസത്തിൽ നിന്ന് ഈ 105 90 മൈനസ് ചെയ്ത 15 ഡേയ്സ് ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട് ഓഫ് പോക്കറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതിരിക്കുന്ന അവസരം എന്നാണ് 15 ഡേയ്സ് ആണ്. അപ്പൊ ഇതെന്ത് ചെയ്ത് ഈ 15 ഡേയ്സ് എന്ന് പറയുന്നത് ഐഡിയൽ ആണ്. ഡിപ്പെൻസ് ആണ് കേട്ടോ, അതിന്റെ സ്കെയില്, ക്രെഡിറ്റ് ടേംസ്, പിന്നെ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്, ഇതൊക്കെ അപേക്ഷിച്ച് ഇത് ഡിപ്പെൻസ് ആണ്. എന്നിരുന്നാലും പറയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എപ്പോഴും കുറഞ്ഞു വരണം. അപ്പൊ ഈ 15 ഡേയ്സ് ആണ് ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത്. നോക്കിക്കോളൂ, ഇനി പറയുന്നത് പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അവിടെ ഡേയ്സിന്റെ കാര്യത്തിലാണ് പ്യുവർ മാത്തമാറ്റിക്കലി പോസിറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ല, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി നെഗറ്റീവ് ആവുന്നതല്ല. ഇവിടെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നെഗറ്റീവ് ആവുന്നത് എങ്ങനെയാന്നുള്ളതാണ്. നോക്കിക്കോളൂ, ഇൻ ദ അബവ് എക്സാമ്പിൾ വി സോ ബിസിനസ് വിത്ത് പോസിറ്റീവ് ഓർ നോർമൽ സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 15 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആണ്, കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. Sometimes business enjoy a negative working capital cycle when they collect money faster than they pay off bills. Sticking with അതായത് അവിടെ നിങ്ങൾ ആ യൂസേജ് കണ്ടായിരുന്നു. However, business enjoys a negative working capital cycle. Negative working capital cycle enjoy ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവാം. എങ്ങനെയാണ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എൻജോയബിൾ ആവുന്നത്? ഇവിടെ സപ്പോസ് നോക്കിക്കോളൂ, അതിനകത്തുള്ള ഫെർദർ ആയിട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ബിസിനസ് അവര് ക്യാഷ് മാത്രത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അതായത് അവര് കടം കൊടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ, ഇൻവെന്ററി ഡേയ്സ് മാറ്റമില്ല 85, റിസീവബിൾ ഡേയ്സ് വിൽ ബിക്കം 0. റിസീവബിൾ ഡേയ്സ് ഇല്ല, ബിക്കോസ് ഇത് വിൽക്കുന്ന അന്ന് തന്നെ നമുക്ക് എന്താവാണ്, ക്യാഷ് ആവാണ്. ബിക്കോസ് അവിടെ കടത്തിന് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട, 20 ദിവസം കൊടുത്തിട്ട്
കടത്തിന് വിൽക്കുന്നില്ല എന്ന് പറയും. 0. പേബിൾ ഡേയ്സ് അഗെയിൻ നമുക്ക് കടം കിട്ടുന്നുണ്ട്, ഇങ്ങോട്ട് കടം കിട്ടുന്നുണ്ട്, അതിനും മാറ്റമില്ല. സോ 90 ഡേയ്സ്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കൂ. 85 പ്ലസ്, അതായത് ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേബിൾ ഡേയ്സ് നോക്കുമ്പോ അവിടെ റിസീവബിൾ ഡേയ്സ് 0 ആയതുകൊണ്ട് തന്നെ 85 മൈനസ് 90 മൈനസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാല് 5 ദിവസം മുമ്പ് നമുക്ക് ഇൻവെന്ററി ആക്കി സാധനം വിറ്റ് അവര് പറയുന്നത് 5 ദിവസം മുമ്പ് നമുക്ക് അവരുടെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് 90 ദിവസം അവരെ ടൈം തന്നു, നമുക്ക് 85 ദിവസത്തിനകത്തില് നമുക്ക് എന്തായിട്ട് കിട്ടും, ഈ ക്യാഷ് നമ്മുടെ കയ്യിൽ വരുന്നു എന്നുള്ളതാണ്. ദിസ് മീൻസ് ദാറ്റ് കമ്പനി റിസീവ്സ് പേയ്മെന്റ് ഫ്രം ദ കസ്റ്റമേഴ്സ് 5 days ബിഫോർ ഇറ്റ് ഹാസ് ടു പേ സപ്ലയേഴ്സ്. 5 ദിവസത്തിന് മുമ്പ് കമ്പനിക്ക് ക്യാഷ് കിട്ടുന്നു, 5 ദിവസത്തിന് മുമ്പ് കിട്ടുന്നു. അപ്പൊ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ല, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ്. സൈക്കിൾ. അപ്പൊ അത് ബിസിനസിന്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസീവബിൾ ഡേ 0 ആവുമ്പോഴാണ് ഇങ്ങനെ. തിങ്ക് അബൌട്ട് എ ബിസിനസ് ഹു ഡു ബിസിനസ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. എന്തായിരിക്കും അവസ്ഥ? ഇവര് പറയാണ് ഇപ്പൊ നമ്മളിപ്പോ ഡേ ടു ഡേ സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഇപ്പൊ ഒരു അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു വാങ്ങിക്കുന്നു, അവിടെയൊന്നും ക്രെഡിറ്റിന് യാതൊരു സ്കോപ്പും ഇല്ല, അവിടെ ക്രെഡിറ്റ് അല്ല. അതല്ലാതെ ഈ വലിയ വലിയ പർച്ചേസും B2B ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ B2B ട്രാൻസാക്ഷൻസ് ഒക്കെ മോസ്റ്റ് ഓഫ് ദ B2B ട്രാൻസാക്ഷൻസ് ആർ ഡൺ ഓൺ ക്രെഡിറ്റ് ടേംസ്. ക്രെഡിറ്റിലാണ് നടക്കുന്നത്, ആയിക്കോട്ടെ വാങ്ങിക്കുന്നതായിക്കോട്ടെ. അപ്പൊ അവിടെയൊക്കെയും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ആംഗിളിലല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ നമുക്കാരും കടം തരുന്നില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. അവിടെ വാങ്ങിക്കുന്നതിനും അവിടെ വിൽക്കുന്നതിനും B2B ട്രാൻസാക്ഷൻസ് എല്ലാം ഓൺ ബേസിസ് ഓഫ് ക്രെഡിറ്റ് ആണ്. അവിടെ ക്രെഡിറ്റ് ഇല്ലാതെ വിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്തായിട്ട് ഒരു ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നെഗറ്റീവ് ആയാൽ സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ക്രെഡിറ്റിന് വിൽക്കാതിരിക്കണം. ക്രെഡിറ്റിന് വിൽക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് എങ്ങനെയാണെന്നത് ഇനി അത് കണ്ടറിയണം എന്നുള്ളതാണ്. ക്രെഡിറ്റ് ഇല്ലാത്ത ബിസിനസ്, നമ്മുടെ ബിസിനസ് എത്രത്തോളം കുറഞ്ഞു പോകും, നമ്മൾ അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, നമ്മൾ ഒരുപാട് പേരോട് നോ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ബിസിനസ്സിന് അത് അഡ്വേഴ്സ് ആയിട്ട്, ക്യാഷ് ബേസിസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതാണ് പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. വൺസ് അഗൈൻ ഓർത്തോണം, നോട്ട് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആൻഡ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആർ ടോട്ടലി ഡിഫറെന്റ് ടേംസ് ആണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞതിന്റെ തന്നെ ഫർദർ എന്തെങ്കിലും കൂടെ നമുക്ക് എക്സ്ട്രാ ഉണ്ടോ എന്ന് നോക്കാം. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോമൺ ഇൻ സം ഇൻഡസ്ട്രീസ് സച്ച് ആസ് ഗ്രോസറി റീറ്റെയിൽ. നമ്മളത് പറഞ്ഞിരുന്നു. ഗ്രോസറി റീറ്റെയിൽ, അവിടെയൊക്കെ നമ്മൾ കടത്തിന്, ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തൊട്ടടുത്ത കടയിൽ പോയിട്ട് നമ്മളൊന്നും കടം പറയാറില്ല. ആൻഡ് ദ റെസ്റ്റോറന്റ് ബിസിനസ്, ഓക്കെ, ഹോട്ടലിൽ പോയിട്ട് നമ്മൾ കടം പറയാറില്ല, അല്ലെങ്കിൽ അവിടെ കടത്തിന് കൊടുക്കാൻ വാങ്ങിക്കാനൊന്നുമില്ല. ഫോർ ഗ്രോസറി സ്റ്റോർ കസ്റ്റമേഴ്സ് പേ അപ്രണ്ട്. അപ്രണ്ട് എന്ന് വെച്ചാൽ അപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യുന്നുള്ളതാണ്. Inventory moves relatively quickly, but suppliers often give 30 days or more. അതേസമയം നിങ്ങൾ ഈ റെസ്റ്റോറന്റ് ബിസിനസിനെ പറ്റി തന്നെ ആലോചിച്ച് നോക്കൂ. അവർക്ക് സാധനങ്ങൾ, അവർക്ക് റോ മെറ്റീരിയൽസ്, അതായത് പ്രൊവിഷൻ ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ അവർക്ക് കടത്തിന് കിട്ടും. പക്ഷെ അവര് കളക്ട് ചെയ്യുന്ന, അവര് ക്യാഷ് കളക്ട് ചെയ്യുന്ന ഫ്രം കസ്റ്റമേഴ്സ്, അത് അപ്പൊ തന്നെ അവര് വാങ്ങിക്കാണ്. So that means the company receives cash from the customers before it's need the cash to pay suppliers. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ നമ്മൾ 30-40 ദിവസം നമുക്ക് സപ്ലയേഴ്സ് നമുക്ക് ടൈം തരുമ്പോൾ കസ്റ്റമേഴ്സിന്റെ നമ്മൾ ഇന്ന് വാങ്ങിച്ച് ഇന്ന് തന്നെ അവർക്ക് പേയ്മെന്റ് ചെയ്യേണ്ടെന്ന് വരുന്നില്ല. ഇങ്ങനെ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ചില ഇൻഡസ്ട്രീസിന് ഓക്കെയാണ്. Negative working capital is a sign of efficiency in business with a low inventory and accounts receivable. അപ്പൊ അക്കൗണ്ട്സ് റിസീവബിളും ഇൻവെന്ററി ലോ ആയിട്ട്, ഇപ്പം ഹോട്ടൽ ബിസിനസ്സിലൊക്കെ അറിയാം, അവിടെ ഇൻവെന്ററി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇൻവെന്ററി ഉണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ടാവാം, ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ഇതില്ല, ഇൻവെന്ററി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ദിവസം നമ്മൾ ആരും ഫുഡ് കൊടുക്കാറില്ലല്ലോ. അപ്പൊ ഇൻ അതർ സിറ്റുവേഷൻസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി സിഗ്നൽ facing financial trouble if doesn't have enough cash to pay its current liability.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതാവുമ്പോഴും നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഒരു സൈഡില് എന്താണ് അവർക്ക് അത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലും നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും രണ്ടും രണ്ടാണ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ്, ഇഫ് ഇൻ അതർ സിറ്റുവേഷൻസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻ സിഗ്നൽ എന്നുള്ളത്. പക്ഷെ ഇവിടെ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത് അതെന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഇനി നമ്മൾ നേരെ ക്യാഷ് മാനേജ്മെന്റിലേക്ക് പോവാണ്. ക്യാഷ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. നമ്മൾ പറയുന്നതാണ് കറണ്ട് അസറ്റ്സ് ആണ്, കറണ്ട് ലയബിലിറ്റീസും ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിനകത്തില് ക്യാഷ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഇസ് ക്യാഷ് മാനേജ്മെന്റ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാഷ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് കറണ്ട് അസെറ്റ് വെൻ റണ്ണിങ് എ ബിസിനസ്. ക്യാഷ് ഇസ് ഓൾവേസ് നീഡഡ് ടു റൺ എ ബിസിനസ് എന്റർപ്രൈസസ്. ഓക്കെയാണ്. റീസണബിൾ ക്യാഷ് ബാലൻസ് ഈസ് ഓൾവേസ് പ്രിഫേർഡ്, അതും അറിയാം. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദ ഡിമാൻഡ്, നോട്ട് മോർ ദാൻ ദ റീസണബിൾ ഡിമാൻഡ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് പറഞ്ഞു അത് തന്നെ ക്യാഷിനും ആപ്ലിക്കബിൾ ആണ്. ഒരുപാട് കൂടുതൽ വേണ്ട, ഒരുപാട് കുറവും ആവാൻ പാടില്ല എന്നുള്ളതാണ്. The lower the quantity of the cash, then legitimate needs will disturb daily business routines. വളരെ കുറഞ്ഞു പോയാൽ അറിയാലോ ബിസിനസിന്റെ ലിക്വിഡിറ്റിയെ ബാധിക്കും. Similarly, holding excess cash is unwise because it can undermine the profitability of the organization. The cash balance is the most unproductive asset of the organization. നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയേക്കാം, ക്യാഷ് ബാലൻസ് ആണ് ഒരു സ്ഥാപനത്തിലെ അൺപ്രൊഡക്റ്റീവ്, തീർത്തും അൺപ്രൊഡക്റ്റീവ് ആയിട്ടൊരു അസറ്റ് ആണ്. ആർ യു അഗ്രീയിങ് വിത്ത് ദിസ്? ക്യാഷ് ബാലൻസ് അത് ക്യാഷ് ബാലൻസ് അൺപ്രൊഡക്റ്റീവ് തന്നെയാണ്. അത് ക്യാഷ് ആയിട്ട് തന്നെ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്യാഷ് ഉണ്ട്, 1 കോടി രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അലമാര തുറന്നിട്ട് ഈ 1 കോടി രൂപ അലമാരക്കകത്ത് എടുത്ത് വെച്ചിട്ട് പൂട്ടുക. ഒരു വർഷം ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ആ പൈസക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. അത് തീർത്തും അൺപ്രൊഡക്റ്റീവ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു രൂപ പോലും എക്സസ് ആവൂല. പിന്നെ ആ നോട്ട് എങ്ങാനും എലിയും എല്ലാം കടിച്ച് അത് കുറഞ്ഞു പോണെങ്കിൽ, അത് നശിച്ചു പോണെങ്കിലേ ഉള്ളൂ. അപ്പോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് മോസ്റ്റ് അൺപ്രൊഡക്റ്റീവ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നതിന്റെ റീസൺ അതാണ്. അതിനെന്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി അറ്റ്ലീസ്റ്റ് അത് ബാങ്കിൽ കൊണ്ടുപോയിട്ടേ, ബാങ്ക് ഒരു വളരെ റിസ്ക് ഇല്ലാതെ ബാങ്ക് ഒരു മോഡറേറ്റ് ഇൻട്രസ്റ്റ് നമുക്ക് തരില്ലേ, നമ്മുടെ ഫണ്ട് അവിടെ സേഫ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്ത് എന്താണ് ഡേ ടു ഡേ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രോയറിനകത്തല്ല, നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് ഒരുപാട് ക്യാഷ് എടുത്ത് വെച്ച് തീർത്തും അൺപ്രൊഡക്റ്റീവ് ആണ് കേട്ടോ. However, it is important because it is used to pay liabilities. Thus, it is recommended that a reasonable cash balance is maintained to optimize liquidity and profitability. എന്താണ് പറയുന്നത്, ഒരു റീസണബിൾ ക്യാഷ് ബാലൻസ് വേണം എന്നുള്ളത് കേട്ടോ. ഇനി ക്യാഷ് മാനേജ്മെന്റിൽ എന്താണുള്ളത്? ക്യാഷ് മാനേജ്മെന്റ് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ക്യാഷ് എന്ന് പറയുന്നത് നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷും കോയിൻസും എല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത്. ഞാൻ ബിഫോർ പറഞ്ഞതുപോലെ അതൊരു ബ്രോഡർ സെൻസിൽ പറയുകയാണെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിനെയും നമ്മൾ ക്യാഷ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലൈക്ക് ചെക്ക്, ഡ്രാഫ്റ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ നോ റിസ്ക്, നോ റെക്കമെൻഡേഷൻ, നോ ടൈം ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് ക്യാഷ് ഇക്വലന്റ് ആണെന്ന് പറയാം. ഇപ്പൊ ക്യാഷ് ഇക്വലന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്യാഷ് മാനേജ്മെന്റ് ഡീല് ചെയ്യുന്നത് നോക്കിക്കോളൂ, മീറ്റിംഗ് ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റ് ആസ് ദ പേയ്മെന്റ് ഷെഡ്യൂൾ. എന്താണ് ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് പേയ്മെന്റ് ചെയ്യുക. മനസ്സിലായോ?
മിനിമൈസിങ് ദ ഐഡിൽ ക്യാഷ് ബാലൻസ്. നമ്മുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന നമ്മുടെ ക്യാഷ് ബാലൻസിനെ മിനിമൈസ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്തിൽ വരുന്നത്, ക്യാഷ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് പേയ്മെന്റ് ചെയ്യാം, ഐഡിയൽ ക്യാഷ് ബാലൻസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരിക്കും, എന്താണ് നമ്മുടെ റെസീറ്റ് പ്രോപ്പർ ആക്കണം. റെസീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെറ്റേഴ്സിന്റെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യും. ആ ഡെറ്റേഴ്സിന്റെ നമ്മൾ അടുത്ത് പറയും, അതുകൊണ്ടാണ് ഇവിടെ അത് പറയാത്തത്. സിംപ്ലി ക്യാഷ് മാനേജ്മെന്റിനകത്തില് ക്യാഷ് ആണ്, ഡെറ്റേഴ്സ് അല്ല, ക്യാഷ് ആണ്. അപ്പൊ പേയ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുക, ഐഡിയൽ ക്യാഷ് ബാലൻസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ക്യാഷ് മാനേജ്മെന്റിനകത്തിൽ അതായത് സ്കോപ്പ് എന്നോ പിന്നെ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നോ അല്ലെങ്കിൽ ചാലഞ്ചസ് എന്നോ ഇമ്പോർട്ടൻസ് എന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പ്രോബ്ലംസ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. കൺട്രോളിങ് ദ ലെവൽ ഓഫ് ക്യാഷ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ബാലൻസ് ക്യാഷിന്റെ ലെവൽ കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്യേണ്ടത് ഞാൻ പറയില്ലേ, ടു മച്ച്, ഒരുപാടാവാനും പാടില്ല, കുറയാനും പാടില്ല. അടുത്തത് കൺട്രോളിങ് ക്യാഷ് ഇൻഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ക്യാഷ് ഔട്ട്ഫ്ലോനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. എത്രത്തോളാണ് പേയ്മെന്റ്സ് വരുന്നത്, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, അതിന്റെ ടൈം എന്താണ്, അതൊക്കെ ഇപ്പം മുന്നോട്ട് വരും കേട്ടോ, അപ്പൊ പറഞ്ഞുതരാം. ഓപ്റ്റിമം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ക്യാഷ്. ഇനി സപ്പോസ് നമ്മുടെ കയ്യില് സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, വെറുതെ വെച്ച് കൂട്ടാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. അപ്പൊ ദീസ് ആർ ദ ഓക്കെ. എന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ മതി. കൺട്രോളിങ് ദ ലെവൽ ഓഫ് ക്യാഷ് എന്ത് ചെയ്യുന്നു, ഒരു മിനിമൈസ് ദ ലെവൽ ഓഫ് ക്യാഷ് ബാലൻസ്. മിനിമൈസ് ചെയ്യണം വേണ്ട എന്നല്ല, പക്ഷെ ഒരു മിനിമം എമൗണ്ട് മതി, കൂടുതലാകാനും പാടില്ല. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ജസ്റ്റ് ടു ബി അച്ചീവ്ഡ്, നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നു, ബൈ പ്രിപ്പയറിങ് എ ക്യാഷ് ബഡ്ജറ്റ്. നമുക്ക് എത്ര എമൗണ്ടാ വേണ്ടത്, നമ്മൾ കീപ്പ് ചെയ്യേണ്ടുന്ന എമൗണ്ടിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടുന്നത് ബൈ ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്. അടുത്തത് കൺട്രോളിങ് ക്യാഷ് ഫ്ലോസ് ആണ്. വൺസ് ദ ക്യാഷ് ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ്, അതായത് ക്യാഷ് ബഡ്ജറ്റിനകത്തിലുണ്ട് എവിടെ നിന്നൊക്കെയാണ് ക്യാഷ് വരാനുള്ളത്, എവിടേക്കാ പോകാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് ക്യാഷ് ഇൻഫ്ലോനെ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. കൃത്യമായിട്ട് ആ ക്യാഷ് വരുന്നുണ്ടോ, കൃത്യമായിട്ട് അത് കൊടുക്കേണ്ടത് ടൈമിന് കൊടുക്കുന്നുണ്ടോ നോക്കുക. കൺട്രോളിങ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഔട്ട്ഫ്ലോസ് സെൻട്രൽ ക്യാഷ് ഈ ഔട്ട്ഫ്ലോ ഇൻഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാങ്കുകളുടെ, അതായത് നമ്മുടെയൊക്കെ ഒരു കുറച്ച് മുമ്പത്തെ ഈ ഇലക്ട്രോണിക് പേയ്മെന്റ്സിന്റെയും ഒക്കെ വരുന്നതിനൊക്കെ മുമ്പ് കേട്ടോ. അതായത് ഇപ്പൊ ഒരു 2012 10 ആ ഒരു സമയത്തൊക്കെ, ആ ഒരു ടൈം ബിഫോർ ഒക്കെ ബാങ്കുകളെന്ന് ഈ ഇലക്ട്രോണിക് പേയ്മെന്റ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ ഈ ബാങ്കിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ SBI ആണ് ഏറ്റവും കൂടുതൽ അന്ന് ബ്രാഞ്ചുകളുള്ളത്. SBI SBT ആണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ളത്, ഇപ്പൊ മെർജിനൊക്കെ മുമ്പാണ്. അപ്പൊ അന്ന് അവര് ഈ ക്യാഷ് ഔട്ട്ഫ്ലോക്ക് വേണ്ടി അവരുടെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്, ഡെപ്പോസിറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ്. ബട്ട് ക്യാഷ് വിഡ്രോവൽ ക്യാൻ ഡൺ ഓൺലി ഓൺ അവർ ഹോം ബ്രാഞ്ചിൽ പോയാൽ മാത്രമേ ക്യാഷ് എടുക്കാം. ആലോചിച്ചോണം ഇപ്പോഴത്തെ സിറ്റുവേഷന് ATM, അപ്പോഴേ ATM കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നതാണ്, വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ റെസീറ്റ് എഴുതി വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടുള്ള ഹോം ബ്രാഞ്ചിൽ. അതേസമയം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, അപ്പോ അവിടെ സെൻട്രലൈസ്ഡ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ് നോക്കുന്നത്. അതായത് പേയ്മെന്റ് എവിടെ നിന്നാണെങ്കിലും ഒരു കസ്റ്റമറിന്റെ പേയ്മെന്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് പേയ്മെന്റ് ടുവേർഡ്സ് ക്രെഡിറ്റർ, ഔട്ട്ഫ്ലോ നമ്മൾ എങ്ങനെ മാത്രം നമ്മൾ ചെയ്യുന്നു, സെൻട്രലൈസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്നു. മറ്റേത് ഇൻഫ്ലോ എങ്ങനെ ചെയ്യുന്നു, ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട്, ഔട്ട്ഫ്ലോ സെൻട്രലൈസ് ചെയ്തുകൊണ്ടും. അതായത് ഔട്ട്ഫ്ലോ പോണെങ്കിൽ ഒരേ ഒരു പേയ്മെന്റ്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അത്രത്തോളം ക്യാഷ് അങ്ങോട്ട് പോകുന്നതിന്റെ പേസ് കുറയും.
ഇങ്ങോട്ട് വരുന്നതിന്റെ ഫേസ് നമ്മള് ഒക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇതിപ്പോ കുറച്ച് വൈകിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അത്രത്തോളം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കിട്ടും. ഇന്ന് കൊടുക്കാനുള്ളത് നാളെ കൊടുത്താ ഇന്നത്തെ അത്രയും ദിവസത്തെ ഒരു അത്രയും മണിക്കൂറുകളുടെ കാര്യം നടന്നില്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ക്യാഷ് എന്നാണ് പറയുന്നത്. പറഞ്ഞ ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ക്യാഷ് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന ആവശ്യമില്ല. അങ്ങനെ ഒരു സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ വെരി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അരീനാസ്, ബട്ട് വി ഹാവ് ടു ഷുവർ ദാറ്റ് നമ്മൾ അതിന് ഉറപ്പാക്കേണ്ട കാര്യം എന്താണ്, നമുക്കത് ആവശ്യം വരുമ്പോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ഒരു സർപ്ലസ് ക്യാഷ് ഒന്നും എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കാം, അതും ഇനി തിരിച്ചു കിട്ടാൻ പാടായിട്ടുള്ളൊരിടത്തല്ല. എപ്പോഴാണോ ക്യാഷ് കിട്ടേണ്ടുന്ന അവസരത്തിൽ നമുക്ക് ആ എമൗണ്ട് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ആ എമൗണ്ട് അത് അപ്പോ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞതുപോലെ ബെനിഫിറ്റ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്, ചിലപ്പോൾ മോട്ടീവ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന്റെ ഒരു മോട്ടീവ് എന്താണ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്പർ 1, യൂസ്ഫുൾ ഇൻ മേക്കിംഗ് പേയ്മെന്റ് അക്കോർഡിംഗ് ടു എ ഷെഡ്യൂൾ. അതായത് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഡേറ്റിന് തന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. Then, no danger of insolvency. ഇൻസോൾവൻസി ഡേഞ്ചർ ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് എക്സ്ട്രീം ഒരു ഇതാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ നമ്മൾ പ്രൊഡക്ഷൻ അഫക്ട് ചെയ്യും, അതിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന പൈസ വൈകും, അങ്ങനെ 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 ഒരു ഇൻസോൾവൻസിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബാങ്ക് ക്രെഡിബിലിറ്റിയെ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുത്താൽ, ക്യാഷ് ഉണ്ട്, നമ്മൾ കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുത്താൽ ഒരു ബാങ്കുമായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ബാങ്ക് അത് 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 ചെറിയ നമ്മൾ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു പോകും. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു എമൗണ്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെന്ന് വെച്ചപ്പോൾ ചെറിയ എമൗണ്ട്, ഒരു 10,000 റുപ്പീസ് ലോൺ, നിങ്ങളത് കൃത്യമായിട്ട് തിരിച്ചു പേയ്മെന്റ്, ഒരു ദിവസം പോലും വൈകാതെ നിങ്ങൾ തിരിച്ച് നിങ്ങൾ അടയ്ക്കുക. നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതവിടെ പേഴ്സണൽ അല്ല. നിങ്ങൾ ആ വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കാനുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ ബാങ്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് അടുത്ത് 1 lakh തരും. ആ 1 lakh നിങ്ങൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് 10 lakh തരും. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരും. മനസ്സിലായി? അതുപോലെയാണ് ആ ഒരു ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. യൂസ്ഫുൾനെസ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ക്യാഷ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് കിട്ടുക. ഇപ്പൊ പറയും നമ്മളിപ്പോ ഒരു എമൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്, അപ്പൊ അവർക്കും പെട്ടെന്ന് ക്യാഷ് കിട്ടണമല്ലോ. അപ്പൊ അവര് പറയും ഈ ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ സാർ ഒരു 2% ഡിസ്കൗണ്ട് ഉണ്ടാവും, ക്രെഡിറ്റ് ആണ് പിന്നെയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു 2% കിട്ടില്ല. അപ്പൊ നമ്മുടെ സപ്പോസ് ക്യാഷ് ഉണ്ടെന്ന് വെച്ചോളൂ, അപ്പൊ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം, അപ്പൊ ആ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതൊരു ബെനിഫിറ്റ് ആണ്. ദെൻ ഗുഡ് സപ്ലയറിലെ ബാങ്കുമായിട്ട് പറഞ്ഞതുപോലെ തന്നെ സപ്ലയറുമായിട്ടും ഇതുണ്ടാവും, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. അടുത്ത് ഹെൽപ്ഫുൾ ഇൻ ഓഡ് സിറ്റുവേഷൻസ്. ഓഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഒരു മെഷീൻ എന്തായി പോയി, ഡൗൺ ആയി പോയി, വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോ ഒരു 10 പേരെ എക്സ്ട്രാ ആ മെഷീൻ ചെയ്യുന്നവർക്ക് ഒരു ഫോർ ദ ടൈം ബീങ് സേ ഒരു 2 or 3 days ആണ്, ഒരു 10 പേരെ എക്സ്ട്രാ നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അവർക്ക് കൊടുക്കേണ്ടുന്ന സാലറി, അവർക്ക് കൊടുക്കുന്ന വേജസ് നമ്മൾ കാണണം. അവർക്ക് അവരുടെ കോമ്പൻസേഷൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവണം. അതാണ് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ ഓഡ് സിറ്റുവേഷൻ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിൽ ക്യാഷ് മുടക്കേണ്ടി വരുമ്പോ നമ്മൾക്കത് ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, ഓക്കെ. ഇനി ഇപ്പൊ പറഞ്ഞല്ലോ, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷിന്റെ ബാലൻസിനെ പറ്റി മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാഷ് മാനേജ്മെന്റ്. ഇനി എന്തൊക്കെ റീസൺസ് ആണ് നമ്മൾ ഒരു ബിസിനസ്
ഇത്ര ക്യാഷ് വേണം, ആ ബിസിനസ്സിന് ഇത്ര ക്യാഷ് വേണം, അല്ലെങ്കിൽ ഇത് ഇത്ര മതി, അല്ലെങ്കിൽ ഇത് ഇത്ര വേണം എന്ന് പറയുന്ന ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. ഓക്കെ, അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാച്ചിങ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളവർക്കും കിട്ടാം. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കാനുള്ളവരും നമുക്ക് കിട്ടാനുള്ളവരുടെ ആ ഒരു ടൈം. ഇത് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ നമ്മുടെ ക്യാഷ് ലെവൽ കൂടുതലായിരിക്കും, ഇത് കുറവാണെങ്കിൽ ക്യാഷ് കുറവും മതിയായിരിക്കും. നോൺ റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ, അതായത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം റെക്കറിംഗ് ആണ്. അതായത് ലൈക്ക് കോമ്പൻസേഷൻ, അതായത് പേറോൾ എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, റോ മെറ്റീരിയൽ കോസ്റ്റ്, റെന്റ്, ഇതൊക്കെ റെക്കറിംഗ് ആണ്. നമുക്കിത് വരുന്നുള്ള നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് എന്തെങ്കിലും വരുന്നുണ്ടോ? നോൺ റെക്കറിംഗ് എക്സ്പെൻസിന് കുറച്ചും കുറഞ്ഞ എക്സാമ്പിൾസ് പോലെ കൂടുതൽ ലേബേഴ്സിനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, ഒരു കൂടുതൽ ലേബേഴ്സിനെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ റോ മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫ്യൂവലിന്റെ കാര്യത്തിൽ കൂടുതൽ ഫ്യൂവൽ വേണം, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് നമുക്ക് ക്യാഷ് വേണം. അപ്പൊ അത് ക്യാഷ് ഷോർട്ട് കോസ്റ്റ് അങ്ങനെ പറഞ്ഞിരിക്കും. അത് നമുക്ക് എക്സ്പ്ലനേഷൻ തന്നെ വരാം കേട്ടോ. മാച്ചിങ് ക്യാഷ് ഫ്ലോസിനകത്തിൽ പറയുന്നത് ക്യാഷ് മാനേജ്മെന്റ് റിക്വയർഡ് ടു മാച്ച് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആൻഡ് ഇൻഫ്ലോസ്. അത് തന്നെയാണ് അതിനകത്തിൽ പ്രത്യേകിച്ചിട്ട് പറയാനൊന്നുമില്ല. ദ ഫൈനാൻഷ്യൽ മാനേജർ ഷുഡ് എൻഷുർ ദ പാരിറ്റി ബിറ്റ്വീൻ ദ ടു. വെൻ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഗ്രേറ്റർ ദാൻ ഇൻഫ്ലോസ്, ദ പ്രോപ്പർ ക്യാഷ് പ്ലാനിങ് ഈസ് നീഡഡ്. അതർവൈസ് ദ ഫേം വിൽ ഹാവ് ടു ഡീൽ വിത്ത് ദ പോസിബിലിറ്റി ഓഫ് ഇൻസോൾവൻസി ഓർ ക്ലോഷർ. കാരണം വെച്ചാൽ അവർ കൊടുക്കേണ്ടുന്ന സമയം കൊടുക്കണം. അതായത് നമുക്ക് കൊടുക്കേണ്ടുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആ ദിവസമോ അതിനു മുമ്പോ നമ്മുടെ കയ്യിൽ ക്യാഷ് തന്നിരിക്കണം. ഇത് മാച്ച് ആവണം, ഇല്ലേ? ഇത് നമുക്ക് വാങ്ങിച്ച് വെറുതെ വെക്കാനല്ലല്ലോ. ഡെറ്റേഴ്സിന്റെ കിട്ടിയാലേ നമുക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നോൺ റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ദീസ് ആർ എക്സ്പെൻസ് നീഡ് ടു പർച്ചേസ് ഓർ എക്സ്പാൻഡ് ഫിക്സഡ് അസെറ്റ്സ്. ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിലും സംടൈംസ് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻസ്. ചില ഫിക്സഡ് അസെറ്റ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ വേണമായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഒരു ബിൽഡിംഗ് തന്നെ, ഇപ്പൊ ഒരു പുതിയ ബിൽഡിംഗ് വന്നു എന്ന് വെച്ചോളൂ. അവിടെ തന്നെ ഇനിഷ്യലി ഉള്ള സെറ്റപ്പിനും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണമായിരിക്കും. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് ക്യാഷ് ഷോർട്ട് കോസ്റ്റ് ആണ് കേട്ടോ. ദീസ് എക്സ്പെൻസസ് ആർ കോസ്റ്റ് ഡ്യൂ ടു ക്യാഷ് പോസിറ്റി. പാസിറ്റി. അവിടെ ക്യാഷ് പോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള അതിനെ കുറച്ചുകൂടി പറഞ്ഞു. ഈ ഇപ്പൊ ഏതെങ്കിലും പേയ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ആ പർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവര് ഫൈൻ ചാർജ് ചെയ്യും, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും, എക്സ്ട്രാ ഇൻട്രസ്റ്റ്, ഇല്ലേ? അതാണ് ക്യാഷ് ഷോർട്ട് കോസ്റ്റ്. ക്യാഷ് ഷോർട്ട് ആവുന്നത് കൊണ്ടുള്ള കോസ്റ്റ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അടുത്ത് പറയുന്ന ക്യാഷ് ഷോർട്ട് കോസ്റ്റ് ഇൻക്ലൂഡ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു സെക്യൂരിറ്റി ഇരിക്കുക, നമ്മൾ എക്സസ് ആയിട്ടൊരു പൈസ വന്നു, നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് വിറ്റ്. പക്ഷെ ക്യാഷിനൊരു ഷോർട്ട് വന്നപ്പോൾ ഈ സാധനം വിൽക്കുന്ന ആ സമയം ഈ നമ്മുടെ സെക്യൂരിറ്റീസിന്റെ വില വളരെ കുറഞ്ഞിരിക്കുക, ബ്രോക്കറേജ് അപ്പൊ കൂടുതലാണ്, യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടം വന്നു. അപ്പൊ അതാണ് അവിടെ പറയുന്നത് അതിന്റെ കോസ്റ്റ് ഓഫ് ബോറോയിങ്സ്. നമുക്ക് കടം വാങ്ങിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് ക്യാഷ് ഷോർട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് കോസ്റ്റ് ഓഫ് എക്സസ് ക്യാഷ് ബാലൻസ്. നമുക്ക് എക്സസ് ക്യാഷ് ബാലൻസ് ഞാൻ പറഞ്ഞല്ലോ, അത് എന്ത് ചെയ്യാനുള്ളതാണ്? ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ കുറെ ക്യാഷ് ബാലൻസ് ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അതിന് കോസ്റ്റ് ആവത്തേ ഉള്ളൂ. അത് ആ ക്യാഷ് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് വേറെ ക്യാഷിന് മുമ്പ് നമ്മളത് കടം മേടിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് പോരുത്. അപ്പൊ അത് കോസ്റ്റ് ഓഫ് എക്സസ് ക്യാഷ് ബാലൻസ്. അടുത്ത് പറയുന്നത് മാനേജ്മെന്റ് കോസ്റ്റ്. ഈ ക്യാഷ് മാനേജ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ മാനേജ്മെന്റ് ആവുന്ന കോസ്റ്റ്, അത് എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ആണ്. അടുത്തത് അൺസർട്ടനിറ്റി. ചില കേസുകളിൽ നമുക്ക് കണ്ടോ, there are cases which cash inflows may be uncertain.
ക്യാഷ് ഇൻഫ്ലോസ് എന്തായിരിക്കും? അൺസർട്ടൺ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഔട്ട്ഫ്ലോ പക്ക സർട്ടൺ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ, ഇപ്പൊ സപ്പോസ് ഇന്ന ഒരാൾ ഇത്ര രൂപ തന്നില്ലെങ്കിലോ എന്ന് നമ്മൾ വിചാരിച്ചു ഒരു മാർജിൻ മണി നമ്മൾ ഹാഡ് ടു കീപ് ഓ മാർജിൻ മണി. പിന്നെ ലോൺ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. ലോൺ റീപേ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിന് ക്യാഷ് വേണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാഷ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇവിടെ ആ ഒരു ക്വാണ്ടിറ്റി ആണ്, എത്ര ക്യാഷ് വെക്കണം എന്നുള്ളതാണ്. അപ്പോ ലോൺ റീപേ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ക്യാഷ് വേണം. അടുത്തത് പറയുന്നത് കപ്പാസിറ്റി ടു ബോറോ ഇൻ ആൻ എമർജൻസി. ഇതൊക്കെ എക്സ്പ്ലനേഷൻ ഒന്നും വെറുതെ വായിച്ചങ്ങ് പറയുന്നില്ല, നമുക്ക് അറിയാം കപ്പാസിറ്റി ടു ബോറോ. പിന്നെ അപ്പൊ ഇതൊക്കെ ഒരു നോട്ട് സേക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു എമർജൻസി വരുമ്പോ ബോറോ ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് ഞാൻ നേരത്തെ പറഞ്ഞ സപ്ലയേഴ്സിന്റെ നിന്നും ബാങ്കിൽ നിന്നും ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും, നമുക്കത് വാങ്ങിക്കാം, അതിന്റെ കോസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡാണ്. മാനേജ്മെന്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പോളിസീസ്. മാനേജ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്യാഷ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഇൻ മാനേജിങ് ക്യാഷ്. മാനേജ്മെന്റിന്റെ എഫിഷ്യൻസിയും നോക്കണം. ഇപ്പൊ മാനേജ്മെന്റ് എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ക്യാഷിന്റെ റിക്വയർമെന്റ് കൂടിക്കൊണ്ടിരിക്കും. എല്ലാവരും പക്ക എഫിഷ്യന്റ് ആണ്, അവർ ആ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മാച്ച് ചെയ്ത് കറക്കി എടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം കുറവ് മതിയായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ക്യാഷ് മാനേജ്മെന്റ്.